CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, ബൈപാസ് റോഡ്, പെരിന്തൽമണ്ണ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഉയർന്ന മൂല്യവും ഉടനടി പണവും കൂടാതെ മറ്റനേകം ഓഫറുകൾ എല്ലാം ജോയ ലുക്കാസിൽ മാത്രം. ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാഞ്ഞിരപ്പുഴ പൂഞ്ചോല LP സ്കൂളിന്റെ ശോചനീയാവസ്ഥ. ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പരിശോധന നടത്തി. 2000 പണി പൂർത്തീകരിച്ച പൂഞ്ചോല LP സ്കൂൾ കെട്ടിടം വർഷങ്ങളായി തകർച്ചയിലാണ്. പെരിന്തൽമണ്ണ ഗവൺമെന്റ് കോവിഡ് സെന്ററിൽ ഇനി റോബോട്ട് സേവനവും. ME എഞ്ചിനീയറിംഗ് കോളേജിലെ ഫൈനൽ ഇയർ വിദ്യാർത്ഥികളാണ് റോബോട്ട് നിർമ്മിച്ച ഹോസ്പിറ്റലിന് നൽകിയത്. നാട്ടുകൽ ഭീമനാട്ടിൽ വീട് കുത്തി തുറന്ന് 15 പവനും 20,000 രൂപയും മോഷണം പോയി. ചൊവ്വാഴ്ച രാവിലെയാണ് മോഷണ വിവരം അറിയുന്നത്. നാട്ടുകൽ പോലീസ് കേസെടുത്തു. ചെർപ്പുളശ്ശേരി നഗരസഭ തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്കുള്ള ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. CPM, CPI സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ചെർപ്പുളശ്ശേരി നഗരസഭയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നഗരസഭ ഇലക്ഷൻ അധികാരികൾക്ക് മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക കൈമാറിയത്. CPIM നേതാക്കളായ P. ചന്ദ്രൻ, വിനോദ്, വനിതാ സ്ഥാനാർത്ഥികൾ, CPI സ്ഥാനാർത്ഥികൾ തുടങ്ങിയവരാണ് ചൊവ്വാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. CPIM ജില്ലാ കമ്മിറ്റി അംഗം PA ഉമ്മർ, M. സിജു, കാറൽമണ്ണ ബ്രാഞ്ച് സെക്രട്ടറി മുസ്തഫ, അനന്തനാരായണൻ തുടങ്ങിയവരും CPI നേതാക്കളും സ്ഥാനാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്നു. അംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള സ്ഥാനാർത്ഥിയായ രാമേന്ദ്രൻ P. എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ. CCN ചെർപ്പുളശ്ശേരി. നെല്ലായ പഞ്ചായത്ത് UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി മരക്കാർ മാരായമംഗലം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നിർവഹിച്ചു. ഇത്തവണ നെല്ലായ UDF അധികാരത്തിൽ വരുമെന്ന് മരക്കാർ മാരായമംഗലം പറഞ്ഞു. നെല്ലായ ഗ്രാമപഞ്ചായത്ത് UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കരുത്തുറ്റ സ്ഥാനാർത്ഥികളെയാണ് ഇപ്രാവശ്യം UDF രംഗത്തിറക്കിയതെന്നും ഈ നടക്കാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പോടുകൂടി LDFന്റെ കൈകളിൽ നിന്നും നെല്ലായെ തിരിച്ചുപിടിക്കുമെന്നും ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി മരക്കാർ മാരായമംഗലം അറിയിച്ചു. 1-ാം വാർഡിൽ PP അൻവർ സാദത്ത്, 2-ൽ ഉനൈസ് മാരായമംഗലം, 3-ൽ സുലൈഖ പുലാക്കൽ, 4-ൽ മൊയ്തുട്ടി മാസ്റ്റർ, 5-ൽ ഷെറീന CP, 6-ൽ സ്മിത മുല്ലപ്പറമ്പിൽ, 7-ൽ KT ജയശ്രീ, 8-ൽ ചന്ദ്രിക ടീച്ചർ, 9-ൽ മാടാല മുഹമ്മദ് അലി, 10-ൽ ഷമീറ ടീച്ചർ, 11-ൽ NP രാമകൃഷ്ണൻ, 12-ൽ മൈമൂനത്ത് ബഷീർ, 13-ൽ റജുല സമദ്, 14-ൽ ഫസൽ എഴുവന്തല, 15-ൽ ധന്യ കല്ലിപ്പറമ്പിൽ, 16-ൽ സാജിദ അബ്ബാസ്, 17-ൽ AT മുസ്തഫ, 18-ൽ N ബിജു, 19-ൽ ഹംസത്ത് മാസ്റ്റർ മാടാല എന്നിവരാണ് മത്സരരംഗത്തുള്ളത്. CCN ചെർപ്പുളശ്ശേരി. ചെർപ്പുളശ്ശേരി നഗരസഭയിലെ 12-ാം വാർഡ് കച്ചേരിക്കുന്ന്, 13-ാം വാർഡ് മാണ്ടക്കരി LDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. PK ശശി MLA ഉദ്ഘാടനം ചെയ്തു. അവരുടെ വേദനകളിൽ അവരുടെ സഹായിയും അവരെ സാന്ത്വനിപ്പിക്കാൻ കഴിയുന്നയാളുമായി ഷമീജ് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ ചിഹ്നമായ സ്വതന്ത്ര ചിഹ്നത്തിൽ, അദ്ദേഹത്തിൻ്റെ ചിഹ്നം തീരുമാനിച്ചിട്ടില്ല, സ്വതന്ത്ര ചിഹ്നത്തിൽ അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചെർപ്പുളശ്ശേരി നഗരസഭയിലെ 12-ാം വാർഡ് കച്ചേരിക്കുന്ന് തെരഞ്ഞെടുപ്പ് LDF കമ്മിറ്റി ഓഫീസിന്റെയും 13-ാം വാർഡ് മാണ്ടക്കരി തെരഞ്ഞെടുപ്പ് LDF കമ്മിറ്റി ഓഫീസിന്റെയും ഉദ്ഘാടനം PK ശശി MLA നിർവഹിച്ചു. 12-ാം വാർഡ് സ്ഥാനാർത്ഥി സുഹറാബി പാറയിൽ, 13-ാം വാർഡ് സ്ഥാനാർത്ഥി VP സമീജ് എന്നിവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. ചെർപ്പുളശ്ശേരി നഗരസഭ തദ്ദേശ തിരഞ്ഞെടുപ്പ് UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മുൻ കൗൺസിലറും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമായ PP വിനോദ് കുമാറിന് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടാൻ സാധിച്ചില്ല.
പി വിനോദ് കുമാർ ഇത്തവണ മത്സരരംഗത്തില്ല. അദ്ദേഹം സ്ഥിരമായി മത്സരിക്കുന്ന 2 വാർഡുകളും സംവരണ വാർഡുകളായതും താമസസ്ഥലം ഉൾക്കൊള്ളുന്ന വാർഡ് ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റേതായതുമാണ് മത്സരരംഗത്തു നിന്നും പിന്മാറാൻ കാരണം. കൂടാതെ തുടർച്ചയായി 3 തവണ മത്സരിച്ചവർ മാറി നിൽക്കണമെന്ന KPCC നിർദ്ദേശവും നിലവിലുണ്ട്. എനിക്ക് ഏതാണ്ട് മത്സരിക്കാൻ കഴിയാവുന്ന സീറ്റുകളൊക്കെ തന്നെ സംവരണമായതുകൊണ്ട് അവിടെ ഒരു ശ്രമത്തിന് നമ്മൾ മുതിർന്നിട്ട് കാര്യമില്ല. പിന്നെ ഏതെങ്കിലും ഒരു സീറ്റിൽ പോയി മത്സരിക്കുക എന്നുള്ളത് തികച്ചും ആത്മഹത്യാപരമാണ് എന്നുള്ളത് കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് തന്നെയാണ് ബ്ലോക്ക് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ വ്യക്തിപരമായി തീരുമാനിച്ചിട്ടുള്ളത്. ഈ 6-ാം വാർഡിലൊരു റിബൽ ഉണ്ടല്ലോ, കോൺഗ്രസിന് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിനകത്തുള്ള ഒരു പ്രതിഭാസമാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് നോമിനേഷൻ പിൻവലിക്കുന്ന ദിവസം കഴിഞ്ഞാൽ പിന്നെ അവരൊന്നും കോൺഗ്രസിനകത്ത് ഉണ്ടാകില്ല എന്നുള്ളത് സത്യം. UDF ധാരണ പ്രകാരം കോൺഗ്രസ് 20 സീറ്റിലും മുസ്ലിം ലീഗ് 13 സീറ്റിലും മത്സരിക്കും. കഴിഞ്ഞ കൗൺസിലിൽ ചെയർപേഴ്സണായിരുന്ന ശ്രീലജ വാഴക്കുന്നത്ത് ഇത്തവണ കഴിഞ്ഞ തവണ മത്സരിച്ചു വിജയിച്ച ജനറൽ വാർഡിൽ തന്നെയാണ് മത്സരിക്കുന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന P രാംകുമാർ 15-ാം വാർഡിൽ നിന്നും ജനവിധി തേടുന്നു. കഴിഞ്ഞ 2015 ചർച്ച ചെയ്ത അടിസ്ഥാനത്തിൽ നമ്മളെ മുന്നണി ഇവിടെ ഭരണം പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ ലീഗിന് വിട്ടുകൊടുത്ത സീറ്റിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരിച്ചു എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുക. അതായത് 14-ലും 25-ലും 25-ൽ ശ്രീമതി KG സ്വയംപ്രഭയെ UDF സ്വതന്ത്രയായിട്ടാണ് മത്സരിപ്പിച്ചിട്ടുള്ളത്. 14-ൽ ലീഗിന് വനിതാ സ്ഥാനാർത്ഥിയെ കിട്ടാത്തതുകൊണ്ട് പ്രിയപ്പെട്ട ലീല ടീച്ചറെ സ്ഥാനാർത്ഥിയാക്കുകയും ഞാനൊരു കോൺഗ്രസ്സുകാരത്തിയാണ്, കൈപ്പത്തി ചിഹ്നം തന്നാൽ തിരക്കേടില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നണിയുമായി ചർച്ച ചെയ്ത് ടീച്ചർക്ക് കൈപ്പത്തി ചിഹ്നം വാങ്ങിക്കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2015 ചർച്ചയിലൊക്കെ പങ്കെടുത്ത ആളുകൾ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് പുറകോട്ട് പോകുക എന്നുള്ളത് അത് ശരിയല്ല എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അത് ജില്ലാ നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുകയും അതിനനുസരിച്ച് ജില്ലാ നേതൃത്വം ആ തീരുമാനം ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. വാർഡ് 1-ൽ MK ഫസീല, വാർഡ് 3-ൽ P അക്ബർ അലി, 4-ൽ C മുരളി പ്രകാശ്, 5-ൽ A ഷീജ, 6-ൽ KM ഇസ്ഹാഖ്, 7-ൽ K സുമിത്ര, 8-ൽ K രജനി, 9-ൽ M ഇന്ദിര, 15-ൽ P രാംകുമാർ, 17-ൽ ശിവരാമൻ, 23-ൽ K മനോജ്, 24-ൽ ശ്രീലജ വാഴക്കുന്നത്ത്, 26-ൽ V അജിത, 27-ൽ M ശശികുമാർ, 28-ൽ KT ചന്ദ്രമതി, 29-ൽ P ഉണ്ണികൃഷ്ണൻ, 30-ൽ KG സ്വയംപ്രഭ, 31-ൽ MC രശ്മി, 32-ൽ N ശാലിനി, 33-ൽ VP സജിനി എന്നിവരെയാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. 33-ൽ VP വിജിനി എന്നിവരെയാണ് സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചത്. ഇന്ദിരാഭവനിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PP വിനോദ് കുമാറിനു പുറമെ ചെർപ്പുളശ്ശേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് M അബ്ദുൽ ഷഷീദ്, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി P രാംകുമാർ എന്നിവരും പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. ചെർപ്പുളശ്ശേരി നഗരസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കാറൽമണ്ണ 31-ാം വാർഡ് ചന്ദ്രത്തുപറമ്പ് LDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ആരംഭിച്ചു. CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം P ഉമ്മർ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണത്തിന് ചൂടിലാണ്. ഇതിന്റെ ഭാഗമായി കാറൽമണ്ണ 31-ാം വാർഡ് ചന്ദ്രത്തുപറമ്പ് LDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം P ഉമ്മർ ഉദ്ഘാടനം ചെയ്തു. പരിപാടിക്ക് P ജയശങ്കർ സ്വാഗതവും ഉണ്ണികൃഷ്ണൻ അധ്യക്ഷതയും വഹിച്ചു. സ്ഥാനാർത്ഥി മത്സരിക്കാൻ കെട്ടിവെക്കേണ്ട പണം 31-ാം വാർഡ് കമ്മിറ്റി അംഗങ്ങൾ സ്വരൂപിച്ച് പണം ചടങ്ങിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം P ഉമ്മർ സ്ഥാനാർത്ഥിക്ക് കൈമാറി. 31-ാം വാർഡ് സ്ഥാനാർത്ഥി ദിവ്യ രവിശങ്കറും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. CCN ചെർപ്പുളശ്ശേരി. തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ പാതയോരത്ത് ചുമരെഴുത്ത് തകൃതിയായി തുടങ്ങി. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയതോടെയാണ് തച്ചനാട്ടുകര പഞ്ചായത്തിലെ ചുമരെഴുത്തിന് തുടക്കം കുറിച്ചത്. പത്രികാ സമർപ്പണം പൂർത്തിയാകുന്നതോടെ ഗ്രാമീണ പാതയോരത്തെ വിവിധ ഭാഗത്തെ മതിലുകളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങളും ഒപ്പം പേരുകളും തിളങ്ങി നിൽക്കും. പേരും ചിഹ്നവും കലാപരമായി എഴുതുന്ന ആളുകൾക്ക് ഇക്കാലത്ത് ഡിമാൻഡ് കൂടുതലാണ്. കൂടുതൽ ജനങ്ങൾ കാണും എന്നുള്ള പ്രതീക്ഷയിലാണ് പ്രധാന പാതയുടെ അരികിലുള്ള മതിലുകൾ എഴുതാൻ ആശ്രയിക്കുന്നത്. പൂവത്താണി ചെത്തല്ലൂർ മുറിയങ്കണ്ണി റോഡിന്റെ കാവുവട്ടം ഭാഗത്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി മതിലുകളിൽ എഴുത്ത് തുടങ്ങിയത്. LDFന്റെ 14-ാം വാർഡിലെ കാവുവട്ടം PM ബിന്ദുവിനെ വോട്ടഭ്യർത്ഥിച്ചാണ് ചുവരെഴുത്ത്. CCN ചെത്തല്ലൂർ.
നാട്ടുകൽ ഭീമനാട്ടിൽ വീട് കുത്തി തുറന്ന് 15 പവനും 20,000 രൂപയും മോഷണം പോയി. ചൊവ്വാഴ്ച രാവിലെയാണ് മോഷണ വിവരം അറിയുന്നത്. നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കോട്ടോപ്പാടം ഭീമനാട് പൂട്ടിയിട്ട വീടിന്റെ ഓട് പൊളിച്ച് മോഷണം നടന്നു. ഭീമനാട് സ്കൂൾ പടിയിലെ ചെറുമ്പാടത്ത് അലിയുടെ വീട്ടിലാണ് തിങ്കളാഴ്ച രാത്രിയോടെ മോഷണം നടന്നത്. 15 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളും 20,000-ഓളം രൂപയും നഷ്ടപ്പെട്ടതായി വീട്ടുകാർ പറഞ്ഞു. തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം. അലിയുടെ പിതാവിന് അസുഖമായതിനെ തുടർന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച കുടുംബം വയനാട് പോയതായിരുന്നു. ശനിയാഴ്ച വീട്ടിലേക്ക് തിരിച്ചുവരാനായിരുന്നു ഉദ്ദേശം. ചില സാങ്കേതിക കാരണങ്ങളാൽ അന്ന് വരാൻ സാധിച്ചില്ല. വീടിന്റെ മുൻഭാഗത്ത് വാതിലിൽ ദിനപത്രങ്ങളും മറ്റും കിടന്നിരുന്നു. ഇതുകണ്ട് ആളില്ല എന്നുള്ള നിഗമനത്തിൽ അറിയാവുന്നവരാണ് മോഷണം നടത്തിയതെന്ന് വീട്ടുകാർ കരുതുന്നു. സമീപത്തെ CCTV ദൃശ്യം പരിശോധിച്ചാൽ എന്തെങ്കിലും തുമ്പ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് വീട്ടുകാർ. അതിങ്ങനെ വയനാട് പോയതാണ്. മറ്റേ വാപ്പ മരണപ്പെട്ടിട്ട് അപ്പോൾ 2-3 ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല, ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്ന് രാവിലെ ഇങ്ങനെ ഇവിടുന്ന് ആൾ വിളിച്ച് പറഞ്ഞാണ് ഇവിടെ ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഓട് പൊളിച്ചിട്ടാണ് കയറിയിട്ടുള്ളത്. സമീപവാസികളാണ് ചൊവ്വാഴ്ച രാവിലെ വീടിന്റെ മേൽക്കൂരയിലെ ഓടുകൾ ഇളക്കി മാറ്റിയ നിലയിൽ കണ്ടത്. തുടർന്ന് ഇവർ പോലീസിലും അലിയെയും വിവരം അറിയിച്ചു. നാട്ടുകൽ SI അനിൽ മാത്യു സ്ഥലത്തെത്തി പരിശോധന നടത്തി. തുടർന്ന് വയനാട്ടിൽ നിന്ന് ഉച്ചയോടെ അലിയും വീട്ടുകാരും വീട്ടിലെത്തി. 2ാം നിലയിലെയും താഴെ നിലയിലെയും ഓട് പൊളിച്ചു നീക്കിയ നിലയിലാണുള്ളത്. താഴെ നിലയിലെ കിടപ്പുമുറിയിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 15 പവനോളം സ്വർണ്ണാഭരണങ്ങളും 20,000 രൂപയും നഷ്ടപ്പെട്ടതായി അലി പറഞ്ഞു. പിന്നെ റഹ്മാൻ്റെ റൂം കുത്തിപ്പൊളിച്ചിട്ടുണ്ട്. അതിലത്തെ പൈസയൊക്കെ കൊണ്ടുപോയി. ഏകദേശം ഒരു 10-15 പവൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഒരു 20-30 റുപ്യേൻ്റെ ഇടയിൽ പൈസയും പോയിട്ടുണ്ടാവും. വേറെ നാശനഷ്ടങ്ങൾ ഒന്നുമില്ല. പിന്നെ ഒരു ഉള്ളിൽക്കാർ കാരണം പറ്റാത്തതുകൊണ്ട് പിന്നെ ഞാൻ കാര്യങ്ങൾ കയറി നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. പരാതി കൊടുത്തിട്ടുണ്ട് സ്റ്റേഷനിൽ. അത് വന്ന് അതിനൊക്കെ എഴുതി പോയിട്ടുണ്ട്. നാട്ടുകൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. CCN ചെത്തല്ലൂർ. തച്ചനാട്ടുകര പഞ്ചായത്ത് 14-ാം വാർഡ് കാവുവട്ടം ചെത്തല്ലൂർ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സരീൻ IAS ഉദ്ഘാടനം ചെയ്തു. തച്ചനാട്ടുകര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് E. ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി. സ്ഥാനാർത്ഥികളായ സവിത കൃഷ്ണദാസ്, ബ്ലോക്ക് സ്ഥാനാർത്ഥി മഞ്ചാടിക്കൽ തങ്കം, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അമീൻ പാലോട്, MK രാമകൃഷ്ണൻ, കൃഷ്ണദാസ്, രാമൻകുട്ടി ഗുപ്തൻ, മധുസൂദനൻ, ഫൈസൽ എന്നിവർക്കൊപ്പം മറ്റു മണ്ഡല നേതാക്കൾ, കോൺഗ്രസ് പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. CCN ചെത്തല്ലൂർ. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിന്റെ സമീപ പ്രദേശങ്ങൾ പരിസ്ഥിതി ലോല പ്രദേശങ്ങളാക്കുന്ന വിജ്ഞാപനത്തിനെതിരെ പ്രതിഷേധം. പയ്യനടം, തെങ്കര, കാഞ്ഞിരം മേഖലകളിൽ കർഷകർ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിന് സമീപത്തെ പ്രദേശങ്ങൾ പരിസ്ഥിതി ലോല മേഖലയാക്കുവാനുള്ള കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കരട് വിജ്ഞാപനം. പയ്യനടം, തെങ്കര, കാഞ്ഞിരം മേഖലകളിൽ മലയോര കർഷകർ നിൽപ്പ് സമരം നടത്തി. കേരള ഇൻഡിപെൻഡന്റ് ഫാർമേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സമരം നടന്നത്. ജനവാസ മേഖലകളും തോട്ടങ്ങളും കൃഷിയിടങ്ങളും പരിസ്ഥിതി ദുർബല മേഖലയായി പ്രഖ്യാപിച്ച് നാടിനെ കാടാക്കുന്ന കരിനിയമം പിൻവലിക്കണമെന്ന് വിവിധ ഭാഗങ്ങളിൽ നടന്ന പരിപാടികളിൽ കർഷകർ ആവശ്യപ്പെട്ടു. പയ്യനടം പോസ്റ്റ് ഓഫീസ്, വില്ലേജ് ഓഫീസ് എന്നിവിടങ്ങളിൽ നടന്ന സമരം ഫാദർ ഗിൽബർട്ട് എട്ടൊന്നിൽ ഉദ്ഘാടനം ചെയ്തു. ഇക്കോ സെൻസിറ്റീവ് സോൺ വരുമ്പോൾ അത് ഈ പ്രദേശത്ത് അധിവസിക്കുന്ന കർഷകരെന്നല്ല എല്ലാ ജനവിഭാഗങ്ങളുടെയും ജീവിത മാർഗങ്ങൾക്ക് മേൽ വിലങ്ങുതടി വരും എന്നതാണ് അതിന്റെ ഏറ്റവും പ്രതിസന്ധി എന്നത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തെങ്കര പോസ്റ്റ് ഓഫീസിന് മുൻപിൽ നടന്ന സമരം മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഫൈസൽ ആനമൂളി ഉദ്ഘാടനം ചെയ്തു. ജനവാസ മേഖലയെ ഒരിക്കലും ഈ ബഫർ സോണിൽ ഉൾപ്പെടുത്താൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാഞ്ഞിരത്ത് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. മണികണ്ഠൻ നിൽപ്പ് സമരം ഉദ്ഘാടനം ചെയ്തു. മലമടക്കുകളിൽ നിന്ന് പാലക്കയം വില്ലേജിന്റെ ബൗണ്ടറിയിൽ നിന്നും 1.5 കിലോമീറ്റർ ആകാശ ദൂരം പിടിച്ചു കഴിഞ്ഞാൽ ഈ പഞ്ചായത്തുകളിലുള്ള മണ്ണാർക്കാട് താലൂക്കിലെ മുഴുവൻ പഞ്ചായത്തുകളിലെയും ജനജീവിതം ദുസ്സഹമായി മാറുമെന്നുള്ള വളരെ ആശങ്കാജനകമായ ഉത്കണ്ഠാജനകമായ ഒരു സ്ഥിതിവിശേഷമാണ് നമുക്കിപ്പോൾ മുന്നിൽ വന്നു നിൽക്കുന്നത്. രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ പ്രവർത്തകരെയും ഉൾപ്പെടുത്തിയാണ് സമരം സംഘടിപ്പിച്ചത്. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം C. അച്യുതൻ, ജോസ് കൊല്ലിയിൽ, അഗസ്റ്റിൻ ജോസഫ്, ഹംസ പൂളക്കുണ്ടൻ, രവി എടേരം, MP ജോസ്, ജാഫർ, സിദ്ദിഖ് തുടങ്ങിയവർ പങ്കെടുത്തു. ഭരണ തുടർച്ചയ്ക്കും ഭരണം തിരിച്ചുപിടിക്കാനും ഒരുങ്ങി കാഞ്ഞിരപ്പുഴയിൽ ഇടതു വലത് മുന്നണികൾ. അക്കൗണ്ട് തുറക്കാൻ BJPയും രംഗത്തുണ്ട്. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ചയ്ക്കും ഭരണം തിരിച്ചുപിടിക്കാനും ഒരുങ്ങി കാഞ്ഞിരപ്പുഴയിൽ ഇടതു വലത് മുന്നണികൾ.
മുന്നണികൾക്ക് മാറി മാറി ഭരണം നൽകിയും അട്ടിമറിയിലൂടെ ഉടലെടുത്ത CPM ലീഗ് സഖ്യത്തിലുള്ള ഭരണസമിതിക്കും വരെ സാക്ഷ്യം വഹിച്ച കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ അക്കൗണ്ട് പ്രതീക്ഷയുമായി BJPയും അംഗത്തിനൊരുങ്ങുന്നു. സ്ഥാനാർത്ഥി പത്രികകൾ സമർപ്പിക്കാൻ തുടങ്ങി. ആദ്യഘട്ടത്തിൽ UDFിലെയും BJPയിലെയും ഏതാനും സ്ഥാനാർത്ഥികളാണ് പത്രിക നൽകിയത്. ഇടതുമുന്നണിയിലെ സ്ഥാനാർത്ഥികൾ അടുത്ത ദിവസങ്ങളിൽ സമർപ്പിക്കാൻ ആരംഭിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലായി ഇടത് വലതു മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. കോൺഗ്രസ് ലീഗ് സഖ്യം മാത്രമാണ് ഇത്തവണ ഐക്യജനാധിപത്യ മുന്നണിയിൽ നിന്ന് മത്സരരംഗത്തുള്ളത്. കോൺഗ്രസ് 12, ലീഗ് 5, സ്വതന്ത്രർ 2 എന്നിങ്ങനെയാണ് സ്ഥാനാർത്ഥി നില. ഇതിൽ ഒരു വാർഡ് ഘടകകക്ഷിയായ കേരള കോൺഗ്രസിന് മാറ്റിവെച്ചിട്ടുണ്ടെങ്കിലും അനുയോജ്യരായ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന മുറയ്ക്ക് വിട്ടുനൽകുമെന്ന് UDF നേതൃത്വം അറിയിച്ചു. കഴിഞ്ഞ ഭരണസമിതിയെ അപേക്ഷിച്ച് എല്ലാ സ്ഥാനാർത്ഥികളും പുതുമുഖങ്ങളായ UDFിൽ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം പ്രിയ ടീച്ചറും മത്സരരംഗത്തുണ്ട്. LDFിൽ CPM 11, CPI 5, ജനതാദൾ 1, NCP 1, കേരള കോൺഗ്രസ് 1 എന്നിങ്ങനെയാണ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. ഭൂരിഭാഗം സ്ഥാനാർത്ഥികളും പുതുമുഖങ്ങളെങ്കിലും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠന്റെ നേതൃത്വത്തിൽ ശക്തമായ മത്സരത്തിന് തന്നെയാണ് ഇടതുമുന്നണി നേതൃത്വം നൽകുന്നത്. വിജയലക്ഷ്യം ഉറപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ തവണത്തെ ഭരണ നേട്ടങ്ങൾ തന്നെയാണ് മണികണ്ഠൻ വിശദീകരിക്കുന്നത്. ഈ കേരളത്തിലും ഇന്ത്യയിലും ആദ്യമായി ഒരു ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും കുടിവെള്ളം എത്തിക്കുക എന്ന അപൂർവമായ ഒരു നേട്ടം ഈ കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അതിൻ്റെ ഇച്ഛാശക്തിയോട് കൂടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായി ഇതിനോടകം നേടിയെടുത്തിട്ടുണ്ട്. എല്ലാ വീട്ടിലും കുടിവെള്ളം, എല്ലാവർക്കും സഞ്ചരിക്കാൻ വഴി, എല്ലാ വീട്ടിലും വൈദ്യുതി, എല്ലാവർക്കും നല്ല വീട്. ലൈഫ് മിഷൻ പദ്ധതികളിൽ വീട് നിർമ്മാണത്തിൽ ഈ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ ആദ്യഘട്ടത്തിൽ സർവേ നടത്തി കണ്ടെത്തിയ 208 പേരിൽ 208 പേർക്കും വീട് അനുവദിച്ചു കൊടുത്തു. ഇതേസമയം മത്സരരംഗത്ത് UDF BJPയുമായി അവിശുദ്ധ കൂട്ടുകെട്ടിനുള്ള സാധ്യതയും ആരോപിച്ചു. രണ്ടാം വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി UDF പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ഒരേ സമയം കോൺഗ്രസിൻ്റെയാണ്, അതേസമയം BJPയുടെയുമാണ്. അവിശുദ്ധ രാഷ്ട്രീയ സഖ്യം അഴിമതിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് ഇവിടെ UDF സ്വീകരിച്ചു വരുന്നത്. വിജയത്തിൽ തികഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചാണ് ഇടതുമുന്നണി പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ KA വിശ്വനാഥൻ, കൺവീനർ R ചിന്നക്കുട്ടൻ എന്നിവർ പ്രതികരിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരും അതുപോലെ തന്നെ കഴിഞ്ഞ 5 വർഷം പഞ്ചായത്ത് ഭരിച്ച ഭരണസമിതിയും ഏറ്റവും നല്ല രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു കാലമാണ്. ഇന്നേ വരെ ഉണ്ടാവാത്ത തരത്തിൽ ഒരു കാലമാണ് ഈ കഴിഞ്ഞ 5 വർഷം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉറപ്പായും വളരെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഒരുപക്ഷെ 19-ൽ 19 കിട്ടാനുള്ള സാധ്യത ഉണ്ട്. വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന കാര്യത്തിൽ യാതൊരു വിവേചനവും ഞങ്ങൾ കാണിച്ചിട്ടില്ല. 19 വാർഡുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭൂരിപക്ഷത്തോടുകൂടെ ജയിച്ചു വരുമെന്ന ആത്മവിശ്വാസം LDF പ്രവർത്തകരായ ഞങ്ങൾക്ക് ഉള്ളത്. കഴിഞ്ഞ ഭരണസമിതിയുടെ ഭരണപോരായ്മയാണ് വിജയത്തിലേക്കുള്ള ആത്മവിശ്വാസമായി UDF ഉയർത്തുന്നത്. ഇടതുമുന്നണിയുടെ നേട്ടപ്പട്ടികയിൽ ഉയർത്തുന്ന ഭവന നിർമ്മാണം, സമ്പൂർണ്ണ കുടിവെള്ള വിതരണം തുടങ്ങിയവ പാഴായ പദ്ധതികളാണെന്ന് UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ജോയ് ജോസഫ്, കൺവീനർ പടുവിൽ മുഹമ്മദ് അലി എന്നിവർ അറിയിച്ചു. കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് ഇപ്പോൾ ഭരിച്ച് കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണസമിതി വെറും വികസനം എന്ന് പറഞ്ഞല്ലാണ്ട് ഈ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ ഒരു റോഡ് പോലും, നടക്കാൻ പറ്റുന്ന ഒരു റോഡുണ്ടെങ്കിൽ അത് UDFിൻ്റെ കാലത്തുള്ള ഒരേ ഒരു റോഡാണ് ഈ പഞ്ചായത്തിലുള്ളത്. അതേപോലെ വെറും 140 വീട് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ പറയുന്നു. 126 വീട് എന്നാണ് ഔദ്യോഗിക കണക്ക്. എങ്കിൽ ഇതിനു മുമ്പത്തെ 5 വർഷം UDFിൻ്റെ കാലത്ത് ഏതാണ്ട് 1025 വീടുകൾ SC ST ഉൾപ്പെടെ കൊടുക്കുകയും അതുപോലെ തന്നെ സ്ഥലം വാങ്ങൽ എന്ന പ്രോജക്റ്റ് അതിനൊപ്പം നടപ്പാക്കി ഏതാണ്ട് 125ഓളം നിർധനരായ പാവപ്പെട്ട SC വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സ്ഥലം വാങ്ങി വീട് വെച്ച് കൊടുത്തു. ഈ ഭരണസമിതി 5 വർഷം കൊണ്ട് ആകെ 2 ആൾക്ക്, ഒരു പഞ്ചായത്ത് വണ്ടിയിലെ ഡ്രൈവർക്കും ഒരു മെമ്പർക്കും മാത്രമാണ് സ്ഥലം വാങ്ങിക്കൊടുത്തിരിക്കുന്നത്. LDF ഭരണം ഇത്തരൊരു പരാജയപ്പെട്ട ഭരണം ഈ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ ഉണ്ടായിട്ടില്ല. സ്വതന്ത്രരെ നിർത്തി അവിശുദ്ധ നേട്ടമുണ്ടാക്കാൻ നീങ്ങുന്നത് ഇടതുമുന്നണിയാണെന്നും ജോയ് ജോസഫ് പറഞ്ഞു. എന്തുകൊണ്ട് LDF 5-ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുന്നു, 11-ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി നിർത്തിക്കുന്നു? ഞങ്ങൾ ചോദിക്കുന്നു, അവർ ആരുടെ പിന്തുണ, BJPയുടെയാണോ SDPയുടെയാണോ, ആരുടെ പിന്തുണയാണ് അവർ സ്വതന്ത്ര സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുന്നത്? ഞങ്ങൾ കാലാകാലങ്ങളായി ഇന്ന് ഈ പഞ്ചായത്ത് ഭരിച്ച് അന്ന് എടുത്തു നോക്കിയാൽ തന്നെ 2-4 വാർഡുകൾ സ്വതന്ത്ര സ്ഥാനാർത്ഥി തന്നെ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളൂ. അത് ഈ വർഷവും തുടർന്നു. BJPയും ഇത്തവണ കൂടുതൽ പ്രതീക്ഷയോടെ തന്നെയാണ് മത്സരരംഗത്തുള്ളത്. 6 വാർഡുകളെങ്കിലും സ്വന്തമാക്കുമെന്ന് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ലക്ഷ്മണൻ പറഞ്ഞു. 6 വാർഡ് ഞങ്ങൾ എന്തായാലും 1-ാം സ്ഥാനത്ത് വരും. മറ്റു പല വാർഡുകളിലും ശക്തമായ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് 2-ാം സ്ഥാനത്തിന് എത്തുന്നതായിരിക്കും. UDFിൻ്റെയും LDFിൻ്റെയും ഈ കുതന്ത്രങ്ങളും അതുപോലെ അഴിമതികളും തുറന്നു കാണിച്ചുകൊണ്ട് കേന്ദ്രത്തിൻ്റെ
അനുകൂലമായിട്ടുള്ള ഫണ്ടുകളും അതുപോലുള്ള മറ്റു കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. കാഞ്ഞിരപ്പുഴ പൂഞ്ചോല LP സ്കൂളിന്റെ ശോചനീയാവസ്ഥ. ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പരിശോധന നടത്തി. 2000 പണി പൂർത്തീകരിച്ച പൂഞ്ചോല LP സ്കൂൾ കെട്ടിടം വർഷങ്ങളായി തകർച്ചയിലാണ്. ഇത് സംബന്ധിച്ച് കമ്മീഷൻ മുമ്പാകെ പരാതി സമർപ്പിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. രാവിലെ 10:30 മണിയോടെയാണ് കമ്മീഷൻ അംഗം C. വിജയകുമാർ, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ S. ശുഭ, പ്രൊട്ടക്ഷൻ ഓഫീസർ സുബീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ സ്കൂൾ സന്ദർശിച്ചത്. സ്കൂൾ കെട്ടിടം വർഷങ്ങളായി ജീർണിക്കുന്നത് സംബന്ധിച്ച് കമ്മീഷൻ മുമ്പാകെ പരാതി സമർപ്പിച്ചിരുന്നു. തുടർന്ന് അധ്യാപകർ, രക്ഷാകർതൃ സമിതി എന്നിവരിൽ നിന്ന് കമ്മീഷൻ അംഗം കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. 2000 പണി പൂർത്തീകരിച്ച പൂഞ്ചോല LP സ്കൂൾ കെട്ടിടം വർഷങ്ങളായി തകർച്ചയിലാണ്. ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടിയെന്ന നിഗമനത്തിൽ ചിരട്ടകൾ ഉപയോഗിച്ച് വാർത്ത മേൽക്കൂരയിൽ നിന്ന് കോൺക്രീറ്റ് ഇളകി ചിരട്ടകൾ അടർന്ന് നിലം പൊത്താൻ ആരംഭിച്ചതോടെയാണ് വിദ്യാർത്ഥികൾക്ക് ജീവന് ഭീഷണിയായി മാറിയത്. കമ്മീഷൻ അംഗത്തിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ ഇക്കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചു. സ്കൂൾ കെട്ടിടത്തിന്റെ ജീർണാവസ്ഥ ബോധ്യപ്പെട്ടതായി കമ്മീഷൻ അംഗം C. വിജയകുമാർ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ ഇക്കാര്യം സർക്കാരിനെ ബോധ്യപ്പെടുത്തി വേണ്ട നടപടികൾക്ക് നിർദ്ദേശം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. നടപടികൾ ഇതിനുശേഷം സർക്കാരിന് സമർപ്പിക്കുന്നതാണ്, നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നതാണ്. തീർച്ചയായിട്ടും ഒരു ഇടപെടൽ ഉണ്ടാവും. നമുക്ക് ബിൽഡിങ്ങിന്റെ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ആ ബിൽഡിംഗ് പ്രശ്നം നമുക്കിപ്പോൾ ചർച്ച ചെയ്യാൻ, ബാക്കി അടുത്ത് നമുക്ക് ആലോചിക്കാം. CCN മണ്ണാർക്കാട്. വർഷങ്ങളായി അവഗണിക്കപ്പെട്ട റോഡ് BJP പ്രവർത്തകർ കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കി. കിഴാറ്റൂർ പഞ്ചായത്തിലെ 17-ാം വാർഡ് നെല്ലൂർ മുത്തപ്പൻകുണ്ട് കോളനി റോഡാണ് BJP പ്രവർത്തകർ കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയത്. കാൽനടയാത്ര പോലും ദുഷ്കരമായ റോഡിന്റെ അവസ്ഥയെക്കുറിച്ചും ഇതുമൂലം കോളനി നിവാസികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും CCN ന്യൂസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്ന് റോഡ് ഗതാഗത യോഗ്യമാക്കാൻ മഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് K. ബിനീഷ് ബാബു ഇടപെട്ട് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തീകരിക്കുകയായിരുന്നു. 1 ലക്ഷത്തോളം രൂപ ചെലവിലാണ് റോഡ് ഗതാഗത യോഗ്യമാക്കിയത്. വർഷങ്ങളായി അനുഭവിച്ചിരുന്ന യാത്രാ ദുരിതത്തിന് പരിഹാരമായതിന്റെ സന്തോഷത്തിലാണ് കോളനി നിവാസികൾ. ഈ വാർഡിൽ മത്സരിച്ച് നിന്നിരുന്ന BJP സ്ഥാനാർത്ഥി K. ബിനീഷ് ബാബു എന്ന സ്ഥാനാർത്ഥി തോറ്റാലും ജയിച്ചാലും ഞങ്ങൾക്ക് ഒരു റോഡ്, ഒരു 4 ഏക്കർ വാഹനം പോണ രീതിയിൽ ശരിയാക്കി തരാമെന്നുള്ളൊരു ഉറപ്പ് ഞങ്ങൾക്ക് തന്നിരുന്നു. അവൻ ആ പ്രാവശ്യം പരാജയപ്പെട്ടെങ്കിലും ഈ പ്രാവശ്യം അവനത് ഒരു MLA ഫണ്ടോ ഒരു MP ഫണ്ടോ അല്ലാതെ ഒരു പഞ്ചായത്ത് ഫണ്ടോ ഒന്നുമില്ലാതെ അവൻ്റെ സ്വന്തം പ്രവർത്തന ഫണ്ടിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഏകദേശം 1 ലക്ഷം രൂപ ചെലവിൽ ഒരു നീളം 100 മീറ്ററോളം കോൺക്രീറ്റ് ചെയ്തു തന്നതിൽ ഇത് ഈ മുത്തപ്പൂരിലുള്ള എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. CCN മഞ്ചേരി. വാണിയംകുളം പഞ്ചായത്തിലെ 5-ാം വാർഡിൽ തിരഞ്ഞെടുപ്പ് കുടുംബ മത്സരമാകുന്നു. പനഞ്ചിക്കൽ കുടുംബത്തിൽ നിന്നാണ് സ്ഥാനാർത്ഥികളായി സഹോദര ഭാര്യമാർ പോരിനിറങ്ങുന്നത്. LDF സ്ഥാനാർത്ഥിയായി P. ശ്രീലതയും BJPക്ക് വേണ്ടി സഹോദരന്റെ ഭാര്യ സജിതയുമാണ് മത്സര രംഗത്തിറങ്ങിയത്. വാണിയംകുളം പഞ്ചായത്തിലെ 5-ാം വാർഡിൽ തെരഞ്ഞെടുപ്പ് കുടുംബ മത്സരമാകുന്നു. പനഞ്ചിക്കൽ കുടുംബത്തിൽ നിന്നാണ് സ്ഥാനാർത്ഥികളായി സഹോദര ഭാര്യമാർ പോരിനിറങ്ങുന്നത്. LDF സ്ഥാനാർത്ഥിയായി P. ശ്രീലത 2ാം തവണ ജനസമിതി നേടുമ്പോൾ വാർഡ് നിലനിർത്താൻ BJP സ്ഥാനാർത്ഥിയായി സഹോദരന്റെ ഭാര്യ സജിതയാണ് രംഗത്ത് ഇറങ്ങിയത്. കുടുംബ ബന്ധങ്ങൾക്ക് പാർട്ടിയില്ലെന്നും അനുഭവ സമ്പത്ത് ഗുണമാകുമെന്നും P. ശ്രീലത പറഞ്ഞു. കുടുംബം ഞങ്ങള് ഏട്ടനനിയ മക്കളാണ്, ഏട്ടത്തിയനിയത്തിയാണ്, ഏട്ടൻ്റെ അനിയൻ്റെ ഭാര്യയാണ്. അത് കുടുംബം. ഇത് പാർട്ടി തീരുമാനപ്രകാരമാണ് ഞാൻ ഈ രംഗത്തേക്ക് എത്തിയിട്ടുള്ളത്. കുടുംബത്തിൻ്റെ കാര്യത്തിനെ പറ്റി ചർച്ച ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അത് കുടുംബത്തിൻ്റെ കാര്യത്തിൽ വ്യക്തിപരമായി എടുക്കേണ്ട കാര്യം എനിക്കിതിരില്ല. ഒരു വട്ടം ഞാൻ സ്ഥാനാർത്ഥി എന്ന കാര്യം കൊണ്ടും ഇന്നെ വിജയിപ്പിച്ചിട്ടുള്ള ഈ കാര്യത്തിൻ്റെ ഭാഗത്തുള്ള മൊത്തം പ്രദേശത്തെ കുടുംബവും വോട്ടർമാരും ആ വോട്ടർമാരോട് തന്നെയാണ് എനിക്ക് വീണ്ടും അഭ്യർത്ഥിക്കാനുള്ളത്. കഴിഞ്ഞ കാലത്തെ വികസനങ്ങൾ ചൂണ്ടിക്കാണിച്ച് കന്നി അംഗത്തിനാണ് സജിത ഇറങ്ങുന്നത്. ജനങ്ങൾ എന്ത് തീരുമാനിക്കും എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങി നോക്കുമ്പോൾ ജനങ്ങളുടെ നല്ല സഹകരണമുള്ള വാക്കുകളാണ് പ്രതീക്ഷിച്ചിട്ടാണ് ഇറങ്ങിയതും. ഇന്നലെയൊക്കെ ഇറങ്ങിയപ്പോൾ അങ്ങനെ കിട്ടിയത്. ATMനെ അവർ പാർട്ടി നിയോഗിച്ചതാണ്. അവർക്ക് വീണ്ടും ഈ വാർഡ് തിരിച്ചു പിടിക്കാന്നുള്ള ഒരു ശ്രമത്തിലാണ് അവരെന്നെ നിയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ വാർഡ് നിലനിർത്തിയിട്ട് വികസനം ഇനി മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതിലാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. CCN ഒറ്റപ്പാലം. പെരിന്തൽമണ്ണയിൽ CITU നേതാവ് അടക്കം നിരവധി പേർ കോൺഗ്രസിൽ ചേർന്നു. KPCC സെക്രട്ടറി V. ബാബുരാജ് പുതുതായി പാർട്ടിയിൽ ചേർന്നവരെ സ്വീകരിച്ചു.
പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും മാഫിയ സ്വർണ്ണക്കടത്ത് കൂട്ടുകെട്ടിനെതിരെയും പ്രതിഷേധിച്ച് പെരിന്തൽമണ്ണയിലെ CITU ഏരിയ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറിയും പ്രവാസി സംഘം ഏരിയ കമ്മിറ്റി അംഗവും നഗരസഭ ആസൂത്രണ കമ്മിറ്റി അംഗവുമായ ആലികൽ ശിഹാബ് പാർട്ടിയിൽ നിന്നും രാജിവെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു. KPCC സെക്രട്ടറി V. ബാബുരാജ് പുതുതായി പാർട്ടിയിൽ ചേർന്നവരെ സ്വീകരിച്ചു. സാധാരണക്കാർക്ക് പാർട്ടിയിൽ നിലനിൽപ്പില്ലെന്നതിന് തെളിവാണ് CPMൽ നിന്നും അണികൾ കൊഴിഞ്ഞു പോകുന്നതെന്നും സ്വന്തം മക്കളെ നേരെയാക്കാൻ കഴിവില്ലാത്ത പാർട്ടി സെക്രട്ടറിയുടെ ചെയ്തിയിൽ ഇനിയും CPMൽ നിന്ന് കൊഴിഞ്ഞുപോക്കുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ജൂബിലി റോഡിലെയും തേക്കിൻ റോഡിലെയും അതുപോലെ തന്നെ നമ്മുടെ എരവിമംഗലത്തെയും ചീരട്ടമണയിലുമുള്ള സഖാക്കൾ, CPMന്റെ സജീവ പ്രവർത്തകർ, നേതാക്കന്മാരടക്കമുള്ള ആളുകൾ ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഈ ഒരു വലിയ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നമുക്കറിയാം, ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് നടന്ന ഈ പെരിന്തൽമണ്ണ നഗരസഭയിൽ നടന്ന അഴിമതികൾ കണ്ട് സൈകെട്ടുകൊണ്ടാണ് നമ്മുടെ ഷിയാബൊക്കെ നഗരസഭയിലെ ആസൂത്രണ കമ്മിറ്റിയുടെ അംഗമായിരുന്ന ആളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏലംകുളത്തു നിന്നും മറ്റു 40ഓളം കുടുംബങ്ങൾ കോൺഗ്രസിൽ ചേർന്നിരുന്നു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MM സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. മേലാറ്റൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KE ഹംസ ഹാജി, പെരിന്തൽമണ്ണ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സുരേഷ് മഠത്തിൽ, AR ചന്ദ്രൻ, അരഞ്ഞിക്കൽ ആനന്ദൻ, തോപ്പിൽ രാജേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. CCN പെരിന്തൽമണ്ണ. മലപ്പുറം ജില്ലാ നൌഷാദ് അസോസിയേഷൻ 1ാം വാർഷികത്തോടനുബന്ധിച്ച് മഞ്ചേരി ജില്ലാ വുമൺ ആൻഡ് ചിൽഡ്രൻസ് ഹോമിലേക്ക് പുതുവസ്ത്രങ്ങൾ നൽകി. മഞ്ചേരി ജില്ലാ വുമൺ ആൻഡ് ചിൽഡ്രൻസ് ഹോം സൂപ്രണ്ട് ശാലിനി വസ്ത്രങ്ങൾ ഏറ്റുവാങ്ങി. ഒരേ നാമധാരികളുടെ കൂട്ടായ്മ എന്ന നിലയിൽ സാമൂഹ്യ പ്രവർത്തനത്തിന് വ്യത്യസ്ത തലങ്ങളിൽ ജനശ്രദ്ധ നേടി നൌഷാദ് അസോസിയേഷൻ 1ാം വർഷം പിന്നിട്ടു. 1 വർഷം പൂർത്തിയാകുന്ന വേളയിൽ സാമൂഹിക പ്രവർത്തനത്തിന് വേറിട്ടൊരു മാതൃകാ പ്രവർത്തനം കൂടി അസോസിയേഷൻ നേതൃത്വം നൽകി കഴിഞ്ഞു. മഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന മലപ്പുറം ജില്ലാ വുമൺ ആൻഡ് ചിൽഡ്രൻസ് ഹോമിലേക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ നൽകിക്കൊണ്ടാണ് മാതൃകാ പ്രവർത്തനം ഏറ്റെടുത്തത്. മലപ്പുറം ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയും അസോസിയേഷൻ മാതൃകയായി കഴിഞ്ഞു. സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും അംഗങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കുമാണ് നൌഷാദ് അസോസിയേഷൻ മുൻഗണന നൽകുന്നത്. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം നടന്ന ചടങ്ങിൽ മഞ്ചേരി ജില്ലാ വുമൺ ആൻഡ് ചിൽഡ്രൻസ് ഹോം സൂപ്രണ്ട് ശാലിനി, കെയർടേക്കർ ജ്യോതി, ചെയർമാൻ അഡ്വക്കേറ്റ് ഷാജേഷ് ഭാസ്കർ, അംഗങ്ങളായ അഡ്വക്കേറ്റ് ദാനദാസ്, അഡ്വക്കേറ്റ് ഷഹനാസ് ബീഗം, തനൂജ ടീച്ചർ, അഡ്വക്കേറ്റ് ഷീന രാജൻ, നൌഷാദ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി നൌഷാദ് മാമ്പ്ര, ജില്ലാ ട്രഷറർ നൌഷാദ് ബിസ്മി, ജില്ലാ വൈസ് പ്രസിഡന്റ് നൌഷാദ് തിരൂരങ്ങാടി എന്നിവർ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡിൽ മാന്തോന്നിക്കുന്നിൽ OIOP സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക നൽകി. പെട്ടമണ സുബ്രഹ്മണ്യനാണ് സ്ഥാനാർത്ഥി. താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡ് മാന്തോന്നിക്കുന്നിലാണ് OIOP സ്ഥാനാർത്ഥി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക നൽകിയത്. നിലവിൽ SC ജനറൽ സംവരണ വാർഡാണ് 7ാം വാർഡായ മാന്തോന്നിക്കുന്ന്. താഴേക്കോട് OIOPയിൽ വേറെ സ്ഥാനാർത്ഥികൾ വരാറുണ്ട്. പക്ഷെ ആദ്യമായിട്ട് ഇന്ന് പത്രിക കൊടുക്കുന്നത് സുബ്രഹ്മണ്യനാണ്. ഈ ഒരു ആശയം ഇപ്പോൾ ഇതിൻ്റെ മുൻപ് പറഞ്ഞ ബഷീർ ഉസ്താദ് പറഞ്ഞു കഴിഞ്ഞു. ഇത് ആശയത്തെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല. 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് എല്ലാവർക്കും തുല്യ പെൻഷൻ 10,000 രൂപ ഒരു മാസം കിട്ടുക വളരെ ഭംഗിയായ ഒരു പുണ്യപ്രവൃത്തി തന്നെയാണ്. അത് ഈ ആശയം ആദ്യമായി കൊണ്ടുവരുന്നത് OIOP ആണ്. OIOPക്ക് പിന്തുണ നൽകി പെട്ടമണ്ണ സുബ്രഹ്മണ്യനെ വിജയിപ്പിക്കണമെന്ന് OIOP ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. നമുക്ക് ഈ ആശയം വളരെ നല്ലൊരു ആശയമാണെന്ന് തോന്നി. കാരണം ആശയം തോന്നുന്നത് നമുക്ക് ഒരാളെ സഹായിക്കണമെങ്കിൽ നമ്മുടെ പോക്കറ്റിൽ നിന്ന് കാശെടുത്തുകൊണ്ട് ചിലവഴിക്കാനോ മറ്റോ നമുക്ക് സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ഉമ്മമാർ, ഉപ്പമാർ, അച്ഛന്മാർ, അമ്മമാർ, നമ്മുടെ സഹോദരിമാർ അവർക്കൊക്കെ കഴിവിൻ്റെ പരമാവധി ഒരു 10,000 രൂപ മാസത്തിൽ കൊടുക്കാൻ കഴിയുന്നൊരു ആശയം, ഇത് നല്ലൊരു ആശയമാണ്, ആദർശമാണ് എന്ന് നമുക്ക് തോന്നിയത് അതുകൊണ്ടാണ് നമ്മൾ ഈ സംഘടനയുമായി സഹകരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ആശയവുമായി മുന്നോട്ട് പോകുന്നത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വാർഡിൽ തനിക്ക് ജനപിന്തുണയുണ്ടെന്നും വാർഡിലെ മുഴുവൻ ജനങ്ങളും വോട്ട് നൽകി വിജയിപ്പിക്കുമെന്നും സ്ഥാനാർത്ഥിയും പറഞ്ഞു. നമുക്ക് രാഷ്ട്രീയപരമായിട്ടോ വ്യക്തിപരമായിട്ടോ ആരോടും ഒരു വൈരാഗ്യവുമില്ല. എല്ലാവരുടെയും പിന്തുണയും എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഞങ്ങൾക്ക് വേണമെന്ന് ഞങ്ങൾ വിനീതമായിട്ട് ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണെന്നാണ്. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ ഗവൺമെന്റ് കോവിഡ് സെന്ററിൽ ഇനി റോബോട്ട് സേവനവും. MA എഞ്ചിനീയറിംഗ് കോളേജിലെ ഫൈനൽ ഇയർ വിദ്യാർത്ഥികളാണ് റോബോട്ട് നിർമ്മിച്ച ഹോസ്പിറ്റലിന് കൈമാറിയത്.
കോവിഡ് ചികിത്സാ രംഗത്തുള്ള ആരോഗ്യ പ്രവർത്തകരെ സഹായിക്കാൻ വേണ്ടി മുൻ മലപ്പുറം ജില്ലാ കളക്ടർ ജാഫർ മാലിക്കിന്റെ നിർദ്ദേശപ്രകാരമാണ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ സ്റ്റാർട്ടപ്പ് സംരംഭമായ ഹംബോടെക് റോബോട്ട് നിർമ്മിച്ച് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ കോവിഡ് ചികിത്സാ കേന്ദ്രത്തിലേക്ക് നൽകിയത്. രോഗികൾക്ക് ഭക്ഷണം, മരുന്നുകൾ എന്നിവ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ഫണ്ടിംഗ് ഉപയോഗിച്ചാണ് നിർമ്മാണം. മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഉപയോഗിച്ച് രോഗികളുമായി സമ്പർക്കം വരാതെ തന്നെ റോബോട്ടിനെ നിയന്ത്രിക്കാനാകും. സ്വയം അണുനശീകരണം നടത്താനുള്ള സംവിധാനം കൂടി ഉൾപ്പെടുത്തിയാണ് റോബോട്ട് നിർമ്മിച്ചിരിക്കുന്നത്. 8 പേരടങ്ങുന്ന ഹംബോടെക് എന്ന വിദ്യാർത്ഥി സംരംഭമാണ് ഈ ആശയത്തിനു പിന്നിൽ. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പ്രൊഫസറായ രാജീവ്, മനോജ് എന്നിവരാണ് സാങ്കേതിക ഉപദേശകർ. 3 മാസം എടുത്ത് നിർമ്മിച്ച റോബോട്ട് 50,000 രൂപ ചിലവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മലപ്പുറം NHMന്റെ കീഴിൽ അവർ നമ്മോട് ഒരു റോബോട്ട് ഉണ്ടാക്കി കൊടുക്കുന്നൊരു ആവശ്യം ഉന്നയിച്ചു. കാരണം ഈ PPE കിറ്റിന്റെ കുറവും പിന്നെ അതുപോലെ തന്നെ ഡോക്ടേഴ്സിൻ്റെയും നഴ്സസിൻ്റെയും കുറവും കാരണം ഇങ്ങനെ ഒരു പ്രവർത്തനമായിട്ടുള്ള റോബോട്ട് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്നൊരു പ്രപ്പോസലായിട്ട് ഹംബോടെക് എന്ന ഒരു സ്റ്റാർട്ടപ്പ് ടീമിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞങ്ങൾ ചെയ്യാമെന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയി. മലപ്പുറം കളക്ടർ ജാഫർ മാലിക് ആയിരുന്ന സമയത്ത് അദ്ദേഹം പ്രപ്പോസ് ചെയ്ത ഒരു പ്രൊജക്റ്റാണിത്. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഫുഡും മെഡിസിനും കൊറോണ പേഷ്യൻസിന് ടച്ച് ഇല്ലാതെ, അതായത് നഴ്സുമാരും മറ്റ് ഔട്ട്സൈഡിൻ്റെ ടച്ച് ഇല്ലാതെ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ എന്നൊരു ഉദ്ദേശമായിരുന്നു ഇതിലുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് ഇതിനെ ഓട്ടോമാറ്റിക് ഡിസ്ഇൻഫെക്റ്റ് ചെയ്യണം. അതിനുവേണ്ടി ഡിസ്ഇൻഫെക്റ്റിംഗ് മെക്കാനിസം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ ചെയ്യാൻ വേണ്ടി ഏകദേശം എടുത്തത് അറൗണ്ട് 3 മന്താണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന് പിന്നിൽ ഒരുപാട് എഫേർട്ടും കാര്യങ്ങളുണ്ട്. ഒരുപാട് ടീച്ചേഴ്സും കാര്യങ്ങളും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഇതിൽ മൊത്തം ഞങ്ങൾ 9 ആൾക്കാരാണ് ഈ സ്റ്റാർട്ടപ്പ് ടീമിൻ്റെ കീഴിലുള്ളത്. പിന്നെ മെൻറ്ററായിട്ട് രാജീവ് സാറും അതുപോലെ ഞങ്ങളെ കോർഡിനേറ്റ് ചെയ്ത് സൂപ്പർവൈസ് ചെയ്യുന്നത് ഫൈസൽ സാറാണ്. റോബോട്ട് എത്തിയതോടെ കോവിഡ് പ്രതിരോധ ചികിത്സാ രംഗത്ത് കൂടുതൽ മെച്ചപ്പെട്ട സേവനം നൽകാനാകുമെന്നാണ് പ്രതീക്ഷ. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ കിംസ് അൽ ഷിഫയിൽ പോസ്റ്റ് കോവിഡ് ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. MLA മഞ്ഞളാംകുഴി അലി ഉദ്ഘാടനം ചെയ്തു. കോവിഡ് രോഗമുക്തരായതിനു ശേഷവും ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്, നെഞ്ചുവേദന, വിട്ടുമാറാത്ത ചുമ, ശരീരവേദന, മാനസിക സമ്മർദ്ദം തുടങ്ങിയവ അനുഭവപ്പെടുന്നവർക്കായി പ്രത്യേകം സജ്ജീകരിച്ച പോസ്റ്റ് കോവിഡ് കെയർ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം കിംസ് അൽ ഷിഫ വൈസ് ചെയർമാൻ ഡോക്ടർ P. ഉണ്ണീന്റെ അധ്യക്ഷതയിൽ പെരിന്തൽമണ്ണ MLA മഞ്ഞളാംകുഴി അലി നിർവഹിച്ചു. കോവിഡ് മുക്തരായെങ്കിലും തുടർന്നുള്ള അസുഖങ്ങളും ശാരീരിക പ്രശ്നങ്ങളും അനുഭവപ്പെടുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കണക്കിലെടുക്കണമെന്ന സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ക്ലിനിക് സജ്ജമാക്കിയത്. കോവിഡ് ബാധിതരായി വീടുകളിൽ ഐസൊലേഷൻ കഴിയുന്ന രോഗികൾക്ക് വീടുകളിലെത്തി മികച്ച ചികിത്സ നൽകുന്നതിന് വേണ്ടിയുള്ള കോവിഡ് ഹോം മോണിറ്ററിംഗ് പാക്കേജും ഇതിനോടൊപ്പം പുറത്തിറക്കി. 7 മുതൽ 17 ദിവസം വരെയുള്ള വിവിധ തരത്തിലുള്ള ചികിത്സാ പാക്കേജുകൾ ഇതിലൂടെ ലഭ്യമാകും. ചടങ്ങിൽ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയർമാൻ ഡോക്ടർ സുനി K. അക്ബർ, നോഡൽ ഓഫീസർ ഡോക്ടർ അനീഷ്, സീനിയർ ജനറൽ മാനേജർ C. സതീഷ്, സീനിയർ ഓപ്പറേഷൻസ് മാനേജർ പ്രദീപ് കുമാർ, നഴ്സിംഗ് സൂപ്രണ്ട് ഷേളി ജെയിംസ്, IP മാനേജർ സുപ്രഭ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. CCN പെരിന്തൽമണ്ണ. ആലിപ്പറമ്പ് പഞ്ചായത്ത് UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കഴിഞ്ഞ 3 തവണയും പഞ്ചായത്ത് ഭരിച്ച ആത്മവിശ്വാസത്തിലാണ് UDF ഇത്തവണ തിരഞ്ഞെടുപ്പിന് ഇറങ്ങുന്നത്. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥി പട്ടിക തയ്യാറായി. പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് 11 വാർഡിലും കോൺഗ്രസ് 5 വാർഡിലും 5 വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമായാണ് മത്സരത്തിനിറങ്ങുന്നത്. കഴിഞ്ഞ 3 തവണയും പഞ്ചായത്ത് ഭരിച്ചിരുന്നത് UDF ഭരണസമിതിയായിരുന്നു. മുൻ വാർഡംഗങ്ങളും ജനവിധി തേടുന്നുണ്ട്. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡ് CK അബ്ദുൾ റഫീഖ്, 2-ൽ രാജേഷ് എന്ന രാജു, 3-ൽ KK റസിയ, 4-ൽ CT നൌഷാദ് അലി, 5-ൽ KT അഫ്സൽ, 6-ൽ CK സാഹിറ ടീച്ചർ, 7-ൽ PT മുബാറക്, 8-ൽ വാഹിദ ടീച്ചർ, 9-ൽ ജൂബില ലത്തീഫ്, 10-ൽ മേക്കാട്ടിൽ നിർമ്മല, 11-ൽ മുഹമ്മദ് എന്ന വാപ്പുട്ടി, 11-ൽ മുഹമ്മദ് എന്ന വാപ്പുട്ടി ഹാജി, 12-ൽ ശാരദ മോഹൻദാസ്, 13-ൽ TK നവാസ്, 14-ൽ സ്വപ്ന ഗോപാലൻ, 15-ൽ CP ഹംസക്കുട്ടി, 16-ൽ CH ഹമീദ്, 17-ൽ നിത്യ രതീഷ്, 18-ൽ മജീദ് മാസ്റ്റർ, 19-ാം വാർഡിൽ T സഫാന, 20-ൽ അനിത സുധാകരൻ, 21-ാം വാർഡിൽ K ഷീജ ടീച്ചർ എന്നിവരാണ് UDFിലെ സ്ഥാനാർത്ഥികൾ. CCN പെരിന്തൽമണ്ണ. പാലക്കാട് ജില്ലാ പഞ്ചായത്തിലേക്കും ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലേക്കും മത്സരിക്കുന്ന നീരജനും രോഹിത്തിനും തിരഞ്ഞെടുപ്പിന് കെട്ടിവെക്കാനുള്ള പണം നൽകിയത് SFI. പട്ടാമ്പി ഏരിയ കമ്മിറ്റിയിലെ പഴയകാല പ്രവർത്തകർ പട്ടാമ്പി കോളേജിലെത്തിയായിരുന്നു തുക കൈമാറിയത്.
SFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി 24-കാരനായ AN നീരജ് ബാലസംഘം ജില്ലാ സെക്രട്ടറിയായും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി യൂണിയൻ ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചിരുന്നു. ജില്ലാ പഞ്ചായത്തിലേക്കുള്ള പെരുമുടിയൂർ ഡിവിഷനിൽ നിന്നും LDF സ്ഥാനാർത്ഥിയായാണ് AN നീരജ് ഇത്തവണ മത്സരിക്കുന്നത്. 23-കാരനായ രോഹിത് ഒറ്റപ്പാലം NSS കോളേജിൽ SFI പ്രവർത്തകനായിരുന്നു. ജില്ലാ കമ്മിറ്റി അംഗമായും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ ആയും പ്രവർത്തിച്ചിട്ടുണ്ട്. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 22-ാം വാർഡിലാണ് രോഹിത് മത്സരിക്കുന്നത്. SFI പട്ടാമ്പി ഏരിയയിലെ 2015-ലെ സഖാക്കളാണ് ഇരുവർക്കും തിരഞ്ഞെടുപ്പിനുള്ള പണം കെട്ടിവെക്കുന്നത്. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ വെച്ചായിരുന്നു തുക കൈമാറിയത്. അന്നത്തെ നേതാക്കളായിരുന്ന രാഹുൽ, ഹാസിർ, ശ്യാം, സുബിൻ, മണികണ്ഠൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തുക കൈമാറിയത്. 2020-ലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായി അവതരിപ്പിക്കുന്നത് താരതമ്യേന പ്രായം കുറഞ്ഞ യുവാക്കളെയാണ്. പ്രത്യേകിച്ച് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 22-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്നത് 23 വയസ്സ് പ്രായം മാത്രമുള്ള സഖാവ് രോഹിത്തും, അതുപോലെ തന്നെ പെരുമുടിയൂർ ഡിവിഷനിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് സഖാവ് നീരജും 23 വയസ്സുകാരനാണ്. ഈ രണ്ട് ചെറുപ്പക്കാർ 2015-ൽ SFIയുടെ പട്ടാമ്പി ഏരിയ കമ്മിറ്റിയിലേക്ക് പ്രവർത്തനം ആരംഭിച്ച് വിദ്യാർത്ഥി സംഘടനാ രംഗത്തുകൂടെ യുവജന സംഘടനാ രംഗത്തേക്ക് എത്തിയ ആളുകളാണ്. ഒരുപാട് സാമ്യതകളുള്ള ഞങ്ങളുടെ 2 കുഞ്ഞനുജന്മാർ അവർ ഇത്തവണ ജനാഭിലാഷം തേടിക്കൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി വരികയാണ്. അവർക്ക് അവരുടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കെട്ടിവെക്കേണ്ടി വരുന്ന തുക അന്നത്തെ SFIയുടെ ഏരിയ ഭാരവാഹികളായും ഏരിയ സെൻട്രൽ സഖാക്കളായും പ്രവർത്തിച്ച ഞങ്ങൾ ചേർന്നുകൊണ്ട് അവർക്ക് കൊടുക്കണമെന്നും അവരുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് അവർക്കൊപ്പം നിന്നുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് ഞങ്ങളും അവർക്കൊപ്പം കൂടെയുണ്ട് എന്നുള്ള സന്ദേശം കൂടി നൽകുകയാണ് ഞങ്ങൾക്ക് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരം വിദ്യാർത്ഥികളെയും യുവാക്കളെയും പരിഗണിച്ചുകൊണ്ട് വളരെ മികച്ചൊരു പാനലുമായിട്ട് ജനങ്ങൾക്കിടയിലേക്ക് എത്തുമ്പോൾ ഈ 2020-ലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ഇവിടെ ഇടതുപക്ഷത്തിന് വിജയിക്കാൻ വേണ്ടി സാധിക്കും. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ അനുഭവ വെളിച്ചത്തിലാണ് ജനങ്ങളിലേക്ക് ഇറങ്ങുന്നതെന്നും AN നീരജും രോഹിത്തും പറഞ്ഞു. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നാണ് ഞങ്ങളൊക്കെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നത്. വലിയ ആത്മവിശ്വാസമാണ് ഇത്തരത്തിൽ SFI പ്രവർത്തകരുടെ അടുത്തു നിന്നും മുൻകാല SFIക്കാരുടെ അടുത്തു നിന്നുമൊക്കെ ഞങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ആവേശം. അത് എന്നും വളരെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വളരെ കരുത്ത് നൽകുന്നു എന്നുള്ളത് പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്തും യുവജന രംഗത്തും ഞങ്ങളെക്കൊണ്ട് കഴിയാവുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ചെയ്യും എന്നുകൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുക. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, ബൈപാസ് റോഡ്, പെരിന്തൽമണ്ണ.